ഇപ്രാവശ്യം ഫിൽജാൻ വന്ന സമയത്ത് ഇഷ്ടംപോലെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചക്കപ്പഴമൊക്കെ ഇഷ്ടംപോലെ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇത് ഇച്ചിരി ഹാർഡാണ് കേട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ട്, പക്ഷേ കടിക്കുമ്പോൾ ഇച്ചിരി ഹാർഡ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും രീതിയിലാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചു, സോഫ്റ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അരിഞ്ഞിട്ട് ചെയ്യുകയാണ് കേട്ടോ. ഫിൽജനോട് താഴെ പണിയാണേ, ഇന്ന് കെട്ടുകാരനില്ല. അപ്പോൾ ഫിൽജൻ മണ്ണൊക്കെ ഒന്ന് വലിച്ച് ലെവലാക്കി ഇടുവാണ് കേട്ടോ. സൈഡിലോട്ട് തന്നെയാണെങ്കിലും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ല ചുവട് കട്ടിയുള്ളൊരു പാനിനകത്ത് ഞാൻ നല്ല ഇന്ത്യയിലത്തിന് ചെയ്യിച്ചിട്ടാണ് വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ നെയ്യൊക്കെ വെച്ച് ഞാനിവിടെ തന്നെ ഉണ്ടാക്കി നെയ്യാണ്, ശുദ്ധമായ നെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവറുമാണ്. അതിലോട്ട് ആദ്യം തേങ്ങ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കും. അതിന് ശേഷമാണ് നമ്മുടെ ചക്കപ്പഴം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചക്കപ്പഴം ഇട്ട് കുറച്ച് ഇളക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് തന്നെ ഉപ്പ് ഇട്ട് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ വെല്ലം ഒരുക്കിയ പാനി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ എനിക്കിവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒഴിച്ചാണ് കേട്ടോ. ചക്കപ്പഴം നല്ല മധുരമുണ്ട്, അത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതേക്കൂട്ടും കുറച്ച് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ആ പാനി ഒന്ന് വറ്റി വരുന്നിടം വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് നന്നായി തന്നെ ഈ ചക്കപ്പഴം നല്ല സോഫ്റ്റ് ആവും, ഒന്ന് വെന്ത് സോഫ്റ്റ് ആവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചക്കപ്പഴത്തിൻ്റെ ആ മണവും നമ്മുടെ നെയ്യുടെ ടേസ്റ്റും ഏലക്കായുടെ ഫ്ലേവർ എല്ലാം കൂടി ആകുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫിൽജൻ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒറ്റയ്ക്കായതുകൊണ്ട് രാവിലെ തന്നെ ഇറങ്ങി പണിയാൻ പോയതാണ് കേട്ടോ. അല്ലേ അവിടെ മണ്ണ് കൊട്ടയ്ക്കകത്തോട്ട് കോരി അപ്പുറത്തോട്ട് കൊണ്ടിടുവാണ് കേട്ടോ. ഷേവ് ചെയ്യാൻ പോലും ഇത് സമയമില്ല, ഫിൽജൻ ഷേവ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കി ഫിൽജൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് ഫിൽജന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മാളൂനും കുറച്ച് കൊടുത്തു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്.